പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ വ്യോമാക്രമണം നടത്താൻ ഇന്ത്യ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ നയതന്ത്ര സൈനിക തലത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി വിശദീകരിക്കും. രാവിലെ 11 മണിക്ക് പാർലമെന്റ് ലൈബ്രറി കെട്ടിടത്തിലാണ് സർവകക്ഷി യോഗം. അതേസമയം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തി. തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിനെ വിളിച്ചുവരുത്തി ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധപ്രഖ്യാപനങ്ങളോ അനാവശ്യ വെല്ലുവിളികളോ നടത്തരുതെന്ന് BJP നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യ ആശയവിനിമയം ആരംഭിച്ചു. 25 രാജ്യങ്ങളിലെ സ്ഥാനപതിമാരുമായും ഇന്ത്യ ചർച്ച നടത്തി. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് ലക്കിടി സ്വദേശി വസന്തകുമാറിന്റെ ഭൗതിക ശരീരം കേരളത്തിലെത്തിക്കുന്നത് ഉച്ചയ്ക്ക് 2:15 മൃതദേഹം കരിപ്പൂരിലേക്കാണ് എത്തിക്കുക. ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണനും വയനാട്ടിൽ നിന്ന് അശ്വിൻ വല്ലത്തും ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം ഉണ്ണിയിലേക്ക്. ഉണ്ണി, ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ അത് ഏതാണ്ട് ഫലവത്താകുന്നു എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്കതിലേക്ക് വരാം, അന്താരാഷ്ട്ര തലത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു സർക്കാർ. ഒരു വ്യോമാക്രമണത്തിനുള്ള സാധ്യത പോലും പറയപ്പെടുന്നു. അത്തരത്തിൽ ഒരു നീക്കം, അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതിനായി സർവകക്ഷികളുടെയും പിന്തുണ തേടുക. ഇതിനു മുൻപ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറാകാതിരുന്ന കക്ഷികൾ അവരുടെ പിന്തുണ കുറച്ചുകൂടി ഉറപ്പിക്കുക, അത്തരത്തിലുള്ള നീക്കമാണോ ആദ്യം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, ഇന്നത്തെ സർവകക്ഷി യോഗം നിർണായകമാണ്. കാരണം ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ഇന്നലെ ചേർന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി വിളിച്ചിരിക്കുന്ന സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അധ്യക്ഷത വഹിക്കുക. എല്ലാ പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ സർവകക്ഷി യോഗത്തിനെത്തും. ഇവരോടൊക്കെ ഇന്നലെ കശ്മീർ സന്ദർശിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന്റെ കാര്യങ്ങളായിരിക്കും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ധരിപ്പിക്കുക. സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും പാകിസ്ഥാന് മറുപടി നൽകാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്യും. ഇന്നലെ തന്നെ സൈന്യം പൂർണ്ണ സ്വതന്ത്രമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൂടെ സൈന്യം അവരുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകും, ഭീകര സംഘടനകൾക്കെതിരെ തിരിച്ചടിക്കുമെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത്. സൈനിക ഓപ്പറേഷനുകളുടെ പൂർണ്ണ വിവരങ്ങൾ ഇന്നത്തെ യോഗത്തിൽ പങ്കുവയ്ക്കുമെന്ന് കരുതാൻ കഴിയില്ല. അത് രഹസ്യ സ്വഭാവത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവെയുള്ള സൈനിക നയതന്ത്ര നടപടികൾക്ക് എല്ലാ പാർട്ടികളുടെയും പിന്തുണ ലഭ്യമാക്കാനായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. ഇന്നലെ വന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി ഭിന്നതകൾക്ക് ഇട നൽകില്ല എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാന് തിരിച്ചടി നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെക്കുമെന്നും രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികളും മറ്റ് പാർട്ടികളെല്ലാം ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് സർക്കാരും പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല BJPയുടെ ഭാഗത്തു നിന്നും അവരുടെ നേതാക്കളെയും കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലവിലുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ യുദ്ധപ്രഖ്യാപനം, യുദ്ധമുറവിളി, ഒപ്പം അനാവശ്യമായ പ്രകോപനം തുടങ്ങിയവയെല്ലാം ഒഴിവാക്കാൻ പാർട്ടി വക്താക്കൾക്കും കേന്ദ്രമന്ത്രിമാർക്കും നേതാക്കൾക്കും BJP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ BJPയും സംയമനം പാലിച്ചു നിൽക്കുകയാണ്. ഒറ്റക്കെട്ടായി രാജ്യത്തിന്റെ മുന്നോട്ട് പോകാനുള്ള, തിരിച്ചടിക്കാനുള്ള തുടർ നടപടികൾ സംബന്ധിച്ചുള്ള ഒരു പൊതുധാരണയായിരിക്കും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഒരു സർവകക്ഷി പ്രസ്താവനയും ഉണ്ടാകും. അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഉണ്ണിയൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾ അത് പാകിസ്ഥാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക, അമേരിക്കയിൽ നിന്നും മറ്റും കാര്യമായ പിന്തുണ ഈ വിഷയത്തിൽ ലഭിച്ചു എന്നറിയുന്നു. അജിത് ദോവലിനെ വിളിച്ചു വരുത്തി പൂർണ്ണ പിന്തുണ അമേരിക്ക അറിയിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ ലോകരാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഭീകരവാദത്തിനെതിരെ നേടിക്കൊണ്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക, അത്തരത്തിലുള്ള സാഹചര്യം വന്നാൽ അത്തരത്തിലുള്ള പിന്തുണ ആർജിക്കുക, ആ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? രഞ്ജിത്ത്, അന്താരാഷ്ട്ര തലത്തിലെ ഇടപെടലിലൂടെ 2 ലക്ഷ്യങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഒന്ന്, ഇന്ത്യ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി നടത്തുന്ന തിരിച്ചടി, അതിന് പിന്തുണ ലഭ്യമാക്കുക എന്നത്. മറ്റൊന്ന്, നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി അവർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഇന്ത്യൻ നിലപാടിനെ ശരിവയ്ക്കുക. അതിനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ ഈ നയതന്ത്ര ഇടപെടലുകളിലൂടെ നടത്തുന്നത്. ഇതിനകം 25 രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയും ഇന്ത്യയിലെ വിദേശകാര്യ ഉദ്യോഗസ്ഥരും ചർച്ച നടത്തിയിരിക്കുന്നത്. മാരത്തോൺ ചർച്ചയാണ്
നടന്നിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായതിന്റെ അടുത്ത മണിക്കൂറിലോളം അകം തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ ഇന്നും പുരോഗമിക്കുന്നത്. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലുള്ള 5 സ്ഥിര അംഗങ്ങളുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ളവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് അനുകൂലമായ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അതിൽ ചൈനയുടെ നിലപാടാണ് ഇപ്പോഴും വളരെ ദുരൂഹമായി തുടരുന്നത്. ജെയ്ഷെ മുഹമ്മദിനെ നിരോധിക്കാനും ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവ് മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് നേരത്തെ പലതവണ തുരങ്കം വെച്ചത് ചൈനയാണ്. ചൈന അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ്. എങ്കിൽ കൂടിയും ഇന്ത്യക്ക് അമേരിക്കയുടെ പിന്തുണ ഈ വിഷയത്തിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക 2 തരത്തിലുള്ള പിന്തുണയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഭീഷണി ഉണ്ടാക്കുന്ന പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകര ശക്തികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്നു. ഇന്ത്യക്ക് തിരിച്ചടിക്ക് ഉള്ള പിന്തുണയായി കൂടി വേണം അതിനെ കാണാൻ. അമേരിക്കയുടെ 2 ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇന്ത്യക്ക് പിന്തുണ നൽകിയിരിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി പ്രസ്താവന ഇറക്കുകയും അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയിലെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് അവരുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലുള്ള പിന്തുണ ആർജിക്കാൻ കഴിയുമ്പോഴും ചൈനയെ കൂടി ഒറ്റപ്പെടുത്തുക എന്നൊരു നീക്കം വേണ്ടിവരും. ചൈനയുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ജെയ്ഷെ മുഹമ്മദിനെ നിരോധിക്കാൻ എന്ന ആവശ്യവുമായി വീണ്ടും ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവരുന്നതിനുള്ള സാധ്യതകളാണ് ഇന്ത്യ പരിഗണിക്കുന്നത്. ആ രീതിയിൽ പാകിസ്ഥാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക എന്നതാണ് ഇന്ത്യയുടെ തന്ത്രം. ഉണ്ണിയപ്പം BJPയുടെ നീക്കം ദേശീയ തലത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഈ സംഭവം എന്ന രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ പലരും തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. എങ്ങനെ ഇത്ര സ്ഫോടക വസ്തു അവിടെ എത്തിക്കാൻ സാധിച്ചു ഈ ഭീകരർക്ക് എന്ന വിഷയമുണ്ട്. ഇന്റലിജൻസ് മുന്നറിയിപ്പുകളുടെ അത് കണക്കിലെടുക്കുന്നതിലുള്ള പരാജയമുണ്ട്. ആ ഘട്ടത്തിലാണോ ഇപ്പോൾ വക്താക്കളോട് BJP നേതാക്കളോട് ഈ വിഷയത്തിൽ ജാഗ്രതയോടെ വേണം പ്രതികരണം, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടരുത്, വാ തുറക്കരുത് എന്നുള്ള രീതിയിലുള്ള കർശന നിർദ്ദേശം പാർട്ടി നൽകിയിരിക്കുന്നത്? അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയമായൊരു തിരിച്ചടിയുടെ വിഷയം കൂടിയുണ്ട് ഇതിൽ. കാരണം മിന്നലാക്രമണം നടത്തുന്നു. ഉറി ഭീകരാക്രമണത്തിന് ശേഷം അത് വലിയ വിജയമായി തന്നെ എല്ലാ തലങ്ങളിലും നിരീക്ഷിക്കപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാരാകട്ടെ കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞിട്ടും മിന്നലാക്രമണത്തിന്റെ സർക്കാർ നൽകിയ കാര്യങ്ങൾ, സർക്കാരിന്റെ ഇടപെടലൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഇതിൽ സുരക്ഷാ വീഴ്ച വന്നു എന്ന 2 റിപ്പോർട്ടുകൾ ആണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന് ഫെബ്രുവരി 8 നൽകിയ ഇന്റലിജൻസ് ബ്യൂറോയുടെ വിവരം, അത് ചർച്ച ചെയ്ത കാര്യം. മറ്റൊന്ന് ഇത്തരത്തിൽ സിറിയയിലൊക്കെ നടന്നതിന് മാതൃകയിലായി ഈ വാഹന വ്യൂഹത്തെ ആക്രമിച്ചുകൊണ്ടുള്ള സ്ഫോടനം നടക്കുമെന്ന വിവരവും ഉണ്ടായിരുന്നു. ആ വിവരങ്ങൾ എന്തുകൊണ്ട് ഗൗരവമായി കണ്ടുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല ആക്രമണത്തെ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷ കക്ഷികൾ ഈ 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ വിഷയം രാഷ്ട്രീയമായി മാറുകയാണെങ്കിൽ രാഷ്ട്രീയമായി സർക്കാരിനെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിൽ സർക്കാർ ഇതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നത് വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അനാവശ്യ പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ, യുദ്ധ മുറവിളിയൊക്കെ നടത്തിയാൽ BJPക്ക് തന്നെ അത് തിരിച്ചടിയായി മാറുമെന്ന ഒരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് വളരെ സംയമനത്തോടു കൂടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെയാകണം പാർട്ടി വക്താക്കൾക്കും കേന്ദ്രമന്ത്രിമാർക്കുമൊക്കെ ഇക്കാര്യത്തിൽ ഔചിത്യത്തോടു കൂടി പൂർണ്ണ സംയമനത്തോടു കൂടി പ്രതികരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടാവുക. ഇന്നലത്തെ മന്ത്രിസഭാ സമിതിയുടെ യോഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനും BJP ആസ്ഥാനത്തെത്തിയിരുന്നു. BJP വക്താക്കളെയും ഉന്നത നേതാക്കളെയും കണ്ടുകൊണ്ട് കൃത്യമായ സന്ദേശം ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യം ഈ വിഷയം നടന്നപ്പോൾ തന്നെ പ്രതികരിച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള ജിതേന്ദ്ര സിംഗിന്റെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. കശ്മീരിലെ അടക്കം രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഔചിത്യ ബോധമില്ലാത്തതാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചതാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അനാവശ്യമായി വിവാദമുണ്ടാക്കുന്നത് ഒഴിവാക്കുക കൂടിയാണ് ഈ നിർദ്ദേശത്തിലൂടെ BJP ലക്ഷ്യമിടുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ദേശീയ തലത്തിൽ BJP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രതയിലാണ്. നേതാക്കൾക്ക്, വക്താക്കൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. നേതൃത്വം തന്നെ കാര്യമായ പ്രതികരണം ഈ വിഷയത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ട, കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ മൗനം പാലിക്കണം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സർക്കാർ നേരിടുന്ന പ്രതിരോധം അത് വലിയ തോതിൽ പ്രകടമാകുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. ഒപ്പം നയതന്ത്രതലത്തിൽ കാര്യമായ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നു. അശ്വിൻ വല്ലത്ത് ചേരുന്നു വയനാട്ടിൽ നിന്നും. അശ്വിൻ, ആ ധീര ജവാന്റെ മൃതദേഹം അത് രാവിലെ 9 മണിക്ക് എത്തുമെന്നായിരുന്നല്ലോ അറിയിച്ചിരുന്നത്. ഇപ്പോൾ 2:30 എത്തും എന്ന് അറിയുന്നു. ഈ വിമാനങ്ങൾ ചാർട്ടർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം, അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസം തന്നെയാണ്. അവിടുത്തെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? ഏത് രീതിയിലാണ് ഒരു നാട് മുഴുവൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നത്?
രഞ്ജിത്ത്, വസന്തകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വയനാട് ഏതാണ്ട് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ തന്നെ മൃതദേഹം എത്തുമെന്നുള്ള സൂചനയെ തുടർന്ന് തന്നെ ഇവിടെ വസന്തകുമാർ പഠിച്ച ലക്കിടി ഗവൺമെൻറ് LP സ്കൂളിൽ പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വയനാട്ടിൽ വസന്തകുമാർ പഠിച്ച ലക്കിടി ഗവൺമെൻറ് LP സ്കൂളിലാണ്. ഇവിടെയാണ് പൊതുദർശനം. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് തൃക്കൈപ്പേറ്റയിലെ വസന്തകുമാറിൻ്റെ കുടുംബ ശ്മശാനത്തിലാണ് സംസ്കാരം. പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടിയാവും സംസ്കാരം ഉണ്ടാവുക. ഇവിടെ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരെയാണ് തൃക്കൈപ്പറ്റയിലെ വസന്തകുമാറിന്റെ കുടുംബ വീട്. അവിടെ കുടുംബ ശ്മശാനത്തിലാണ് സംസ്കാരം. വയനാട്ടിലെ ആദിവാസി ഗോത്രമായ കുറുമ വിഭാഗത്തിൽപ്പെട്ടയാളാണ് വസന്തകുമാർ. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബ ശ്മശാനത്തിൽ തന്നെ വേണം സംസ്കാരം എന്നത് ആചാരമാണ്. അതുകൊണ്ടാണ് ഇത്രയും ദൂരെ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു 4:30 തന്നെ 2:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞാൽ 4:30 തന്നെ ലക്കിടി സ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് ഏതാണ്ട് 1 മണിക്കൂർ സമയത്തോളം ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കും. വയനാട്ടിലെ ജനത അദ്ദേഹത്തിന് ഇവിടെ അന്ത്യാഞ്ജലികൾ അർപ്പിക്കും. അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തും എന്നാണ് ലഭിക്കുന്ന സൂചന. മന്ത്രി TP രാമകൃഷ്ണൻ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് അസുഖം കാരണം ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് 4:30 തന്നെ ഇവിടെ പൊതുദർശനം ആരംഭിക്കും. 5:30, 6 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. അശ്വിൻ വെല്ലത്താണ് വസന്തകുമാറിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം അശ്വിൻ, ഇന്നലെ നമുക്കറിയാം ഈ അന്ത്യവാർത്ത, മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ തന്നെ നാടിന്റെ പുത്രൻ, ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനും ആ ധീര ജവാനെ അവസാനമായി ഒന്ന് കാണുവാനും. അത്തരത്തിൽ ഈ കുടുംബാംഗങ്ങളുടെ അടുത്ത് എത്താനും ആശ്വസിപ്പിക്കാനും ഒക്കെ ഒരുപാട് പേർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ്? അത്തരത്തിലുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എന്താണ്? രഞ്ജിത്ത്, വസന്തകുമാറിന് ചെറിയ 2 കുട്ടികൾ, അതായത് 3ാം ക്ലാസ്സിലും LKGയിലും പഠിക്കുന്ന 2 കുട്ടികളാണുള്ളത്. ഭാര്യയുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് വസന്തകുമാർ സ്ഥാനക്കയറ്റത്തെ തുടർന്നുള്ള ഒരാഴ്ചത്തെ അവധി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത്. ഈ കഴിഞ്ഞ 8-ാം തീയതിയാണ് മടങ്ങിപ്പോകുന്നത്. അതിനിടെ ലഭിച്ച ആദ്യത്തെ ഡ്യൂട്ടിക്കിടെയാണ് ദാരുണമായ ആ സംഭവം ഉണ്ടായത്. വാഹനത്തിൽ കയറുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം വീടുമായി ബന്ധപ്പെട്ടിരുന്നു. ഭാര്യയുമായും അമ്മയുമായും ഒക്കെ ഫോണിൽ സംസാരിച്ചിരുന്നു. അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഏതാണ്ട് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത കുടുംബത്തെ തേടിയെത്തുന്നത്. ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് മരണം സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. വലിയ ദുഃഖത്തിൽ തന്നെയാണ് ഈ കുടുംബവും അതേപോലെ തന്നെ ബന്ധുക്കളും. ഏതാണ്ട് ഒരു 2 വർഷത്തിന് ശേഷം, 18 വർഷത്തെ സേവനം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു വസന്തകുമാർ. 2 വർഷത്തിന് ശേഷം വിരമിക്കാനിരിക്കെയാണ് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. നാട് മുഴുവൻ, വയനാടും അതേപോലെ തന്നെ സമീപ ജില്ലകളിൽ നിന്ന് വരെ ആളുകൾ വസന്തകുമാറിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ആ വീട്ടിലേക്ക് ഒരിക്കൽ എത്താനും ആയിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അത്തരത്തിൽ വീട്ടിലായിരുന്നു ഇന്നലെ ആളുകൾ എത്തിയിരുന്നെങ്കിൽ ഇന്ന് അങ്ങോട്ടേക്ക് വീട്ടിലേക്കുള്ള വഴി അത്തരത്തിൽ വാഹനം വന്ന് ബ്ലോക്കാവാനുള്ള ഒരു സാധ്യത കൂടെ പരിഗണിച്ചാണ് വീട്ടിൽ അത്തരം ഒരു പൊതുദർശനം എന്നുള്ളത് മാറ്റിയത്. വീട്ടിലേക്കുള്ള വഴി ചെറുതാണ്. അങ്ങോട്ടേക്ക് പോകുന്ന ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരം മെയിൻ റോഡിൽ നിന്ന് മാറിപ്പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു പൊതുദർശനമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല. വീട്ടിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് തൃക്കൈപ്പറ്റയിലെ, നേരത്തെ പറഞ്ഞ പോലെ തൃക്കൈപ്പറ്റയിലെ കുടുംബ ശ്മശാനത്തിലാവും സംസ്കാര ചടങ്ങുകൾ. ഏതാണ്ട് 6 മണിയോടുകൂടി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശ്രീ മുരളി നായർ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്, വിദേശകാര്യ വിദഗ്ധനാണ്. ശ്രീ മുരളി നായർ, അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് പിന്തുണയേറുകയാണ്. അമേരിക്ക അടക്കം ശക്തമായ പിന്തുണ, ഒരുപക്ഷെ ഒരു ആക്രമണം നടത്തിയാൽ പോലും അതിന് തങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. അപ്പോഴും ചൈനയുടെ എതിർപ്പ് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ചൈന നയം വ്യക്തമാക്കാത്ത സാഹചര്യമുണ്ട്. ഇതുവരെയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ ഈ സംഭവത്തിന് ശേഷം അതിനെ എങ്ങനെ വിലയിരുത്താം? ഇതുവരെ ഇന്ത്യ ഈ കാര്യത്തിൽ അതിന് ഉചിതമായ രീതിയിലാണ് കാര്യങ്ങളെ സമീപിച്ചിട്ടുള്ളത്. കാരണം ഡിപ്ലോമാറ്റിക് ലെവലിൽ, നയതന്ത്ര തലത്തിൽ സമ്മർദ്ദങ്ങളും പാകിസ്ഥാനിന്റെ മേൽ സമ്മർദ്ദം കൂടുതൽ ചെലുത്താനും ഇന്ത്യക്ക് ആയിട്ടുണ്ട്. സൗദി രാജാവ് തന്നെ ഇത് കാരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗദി രാജകുമാരന്റെ വിസിറ്റ് തന്നെ 2 ദിവസം എന്നുള്ളത് 1 ദിവസമായി വെട്ടിച്ചുരുക്കുകയാണ് ഉണ്ടായത്. ഇത് ലോകരാജ്യങ്ങൾക്ക് ഒരിക്കലും അനുവദിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇതുകൊണ്ട് പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്താൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം
ചൈന മാത്രമല്ല, ചൈന പാകിസ്ഥാൻ എന്ത് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ഉള്ള ഒരു മനസ്ഥിതിയാണ്. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ത്യ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ ആ നിലയ്ക്ക് ചൈനയുടെ സപ്പോർട്ട് പാകിസ്ഥാന് തീർച്ചയായിട്ടും തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അമേരിക്കയ്ക്ക് ഇന്നിപ്പോ അമേരിക്കയിൽ ട്രംപ് എമർജൻസി ഡിക്ലെയർ ചെയ്യുകയും അല്ലെങ്കിൽ വാൾ കെട്ടുവാനായിട്ടുള്ള പ്രശ്നങ്ങളും സിറിയയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായാലും അവിടെ യൂറോപ്പിന്റെ ബ്രെക്സിറ്റിന്റെ പ്രശ്നം, ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഇതിനിടയിൽ ഒരു ആക്രമണം നടത്തുവാനുള്ള ഒരു പിന്തുണ മറ്റു രാജ്യങ്ങൾ അനുവദിക്കുമെന്നറിയില്ല. അത് തന്നെയാണ് ശ്രീ മുരളി നായർ, ഈ യുദ്ധം അല്ലെങ്കിൽ വ്യോമാക്രമണം എന്നൊക്കെ പറയുമ്പോഴും അത് ഈ ഘട്ടത്തിൽ എത്രത്തോളം സാധ്യമാണ്? പ്രത്യേകിച്ചും ഇതിനു മുമ്പും സമാനമായി അല്ലെങ്കിൽ പോലും നമ്മുടെ അതിർത്തി കടന്ന് ഭീകരർ ആക്രമിച്ചപ്പോഴും പാകിസ്ഥാന്റെ പങ്ക് വളരെ വ്യക്തമായപ്പോഴും തിരിച്ചടിക്കും എന്ന് നമ്മളുടെ പ്രതിരോധ മന്ത്രി അടക്കം പറയുമ്പോഴും അതിനുള്ള രീതിയിൽ കാര്യങ്ങൾ പോയില്ല. ചെറിയ ചില നടപടികളിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവതരമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട 40ഓളം ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലവും പാകിസ്ഥാന്റെ പങ്ക് വ്യക്തവുമാണ്. പക്ഷേ ആക്രമിക്കും എന്ന് പറയുമ്പോഴും അതിനുള്ള സാധ്യതകൾ, ഈ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? എന്റെ അഭിപ്രായത്തിൽ ഇത് പെട്ടെന്ന് ഒരു ടാക്ടിക്കൽ റെസ്പോൺസ് ആകരുത് എന്നാണ്. കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് പ്രാവശ്യം ടാക്ടിക്കൽ റെസ്പോൺസ് നാം നടത്തി കഴിഞ്ഞു. അടിച്ചു കഴിയുമ്പോൾ ബോർഡറിൽ സംഘർഷം, പാകിസ്ഥാന് പുറത്ത് സമ്മർദ്ദം കൂട്ടുക, ഷെല്ലിംഗ് കൂട്ടുക, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു വലിയ കാര്യമായ രീതിയിലുള്ള സർജിക്കൽ സ്ട്രൈക്ക്. ഇതെല്ലാം ഒരു ടെമ്പററി മെഷറാണ്. നാം ചെയ്യേണ്ടത്, ഇതുവരെ നമുക്ക് സാധിക്കാഞ്ഞത് ആണ്, ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണം. കാരണം പാകിസ്ഥാനിന് ഇതിനുള്ള ഒരു കേപ്പബിലിറ്റി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കുമായി നശിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതിനൊരു വ്യോമാക്രമണം നടത്തി 8, 10, 15 ഈ ടെററിസ്റ്റുകളുടെ, തീവ്രവാദികളുടെ ക്യാമ്പുകൾ നശിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം നമുക്ക് പാകിസ്ഥാനെ ഈ കാരണത്താൽ കാരണം ഈ ആക്രമണം നടത്തിയത് ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ ജനിച്ചു വളർന്ന ഒരു യുവാവാണ്. പാകിസ്ഥാൻ ആണ് പാകിസ്ഥാനിലെ ISI ഇതിന്റെ പിന്നിലുണ്ടാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എങ്കിൽ തന്നെ ഇത് കാരണം നാം ഒരു വ്യോമാക്രമണം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ നടത്തുക എന്ന് പറഞ്ഞത് ഒരു സാധ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയല്ല, മറുവശത്ത് പാകിസ്ഥാൻ ഇപ്പോൾ തീർച്ചയായിട്ടും ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു ഇത്തരം എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് ഈ വ്യോമാക്രമണം നടത്തിയാൽ അതിന് കിട്ടുന്ന ഒരു റിസൾട്ടും എത്രമാത്രം അഭികാമ്യമായിരിക്കും എന്ന് എനിക്കറിയില്ല. അതായത് താങ്കൾ പറഞ്ഞ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക, അതിന് ശക്തമായ ആക്രമണം തന്നെ വേണം, നടപടികൾ തന്നെ വേണം. പറച്ചിൽ കൊണ്ട് മാത്രം ഈ പറഞ്ഞതുപോലെ തിരിച്ചടിക്കും എന്ന വാഗ്ദാനങ്ങൾ, അത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ, അങ്ങനൊരു നടപടിയിലേക്ക് ഇന്ത്യ പോയാൽ അത്തരത്തിൽ പൂർണ്ണമായും പാകിസ്ഥാന്റെ ഈ നടപടികൾ ഇല്ലാതാക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? പ്രത്യേകിച്ചും ചൈനയെ പോലെ രാജ്യത്തിന്റെ എതിർപ്പ് ഒരു വശത്ത് നിൽക്കുകയല്ലേ. അമേരിക്കയ്ക്ക് അക്കാര്യത്തിൽ എത്രത്തോളം പിന്തുണ ഇന്ത്യക്ക് നൽകാനാകും? ചൈനയുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകും. അത് വിചാരിച്ചിട്ട് നാം ഒന്നും ചെയ്യാതിരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ചെയ്യണം. താങ്കൾ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് അതിന്റെ ഉത്തരം. പാകിസ്ഥാനിന് ഇതിനുള്ള ആ ഒരു കേപ്പബിലിറ്റി നശിപ്പിക്കുക, അതായത് പാകിസ്ഥാൻ ഇനിയും തങ്ങളുടെ മണ്ണിൽ ഇന്ത്യക്കെതിരായ ഭീകരവാദ പ്രവർത്തനങ്ങൾ അനുവദിക്കാതിരിക്കുക, അതാണ് ആവശ്യം. ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ വ്യോമാക്രമണത്തിലൂടെ കഴിഞ്ഞാലും ഇത് ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ഇതുകൊണ്ട് തീവ്രവാദം നശിക്കുന്നില്ല. തീവ്രവാദികളെ നമുക്ക് നശിപ്പിക്കാൻ കഴിയുള്ളൂ ഒരു അതിർത്തി വരെ. അതുകൊണ്ട് ഇതിന് പാകിസ്ഥാൻ ഇനി ഇതിന് ധൈര്യപ്പെടാത്ത രീതിയിൽ നല്ലൊരു വേദന പാകിസ്ഥാന് കിട്ടിയാൽ മാത്രമേ നാളെ പാകിസ്ഥാൻ ഇതിന് മുതിരുകയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയുള്ളൂ. അതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരത്തിനുള്ള ഒരു ശ്രമമായിരിക്കണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. നാം വികാരാധീനരായിട്ട്, ശരിയാണ്, നമ്മളുടെ 40 ധീര ജവാന്മാരുടെ മരണം നാം കണ്ടതാണ്, നാം എല്ലാം വേദനിക്കുന്നുവെങ്കിലും ഇതിന് പെട്ടെന്ന് നാം ഒരു എടുത്തുചാടി ഒരു റെസ്പോൺസ് കാട്ടാതെ ഇതിന് ശാശ്വത പരിഹാരം എന്തായിരിക്കുമെന്ന് ആലോചിച്ചുറച്ച് അതിന് പ്രധാനമന്ത്രി ആർമിക്കും നമ്മളുടെ ബാക്കി ഏജൻസികൾക്കും ഇതിനുള്ള ഒരു അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ആർമിക്ക് വിടേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു അംഗീകാരം അല്ലെങ്കിൽ അനുവാദം മാത്രം ഇങ്ങനെയാണ് എപ്പോഴാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ സുരക്ഷാ സന്നാഹങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു തീരുമാനമാണ്.
നന്ദി ശ്രീ മുരളി നായർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഉണ്ണി ഒരിക്കൽ കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഉണ്ണി, ഇത്തരത്തിൽ ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. നമ്മുടെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ സമാനമല്ലെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ അതിർത്തിയിലും കശ്മീരിലുമൊക്കെ നടന്നപ്പോഴും തിരിച്ചടിക്കും എന്ന് പറയുന്ന സാഹചര്യം മാത്രമുണ്ടായി. പക്ഷേ കാര്യമായ തിരിച്ചടി ഉണ്ടായതുമില്ല. ഇത്തവണ കുറച്ചുകൂടി കരുതി തന്നെയാണോ കാര്യങ്ങൾ? ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ അത്തരത്തിൽ ഒരു സമ്മതം നേടിയെടുക്കുക, ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ അതിനുള്ള പിന്തുണ നേടിയെടുക്കുക, അത്തരം ശക്തമായ നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാർ തലത്തിൽ ആലോചനയുണ്ടോ ഇപ്പോൾ? രഞ്ജിത്ത്, സർവകക്ഷി യോഗം വിളിക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കൃത്യമായി എല്ലാ പാർട്ടികൾക്കും ഇടയിൽ ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കി ഒറ്റക്കെട്ടായി ഒരു സന്ദേശം നൽകുക എന്നത് തന്നെയാണ്. രാഷ്ട്രീയമായി സർക്കാരിനെതിരായ വിമർശനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയവൽക്കരിക്കുകയും പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൃത്യമായി ഇക്കാര്യത്തിൽ എല്ലാ കക്ഷികളുടെയും പിന്തുണ തേടിക്കൊണ്ട് പാകിസ്ഥാന് എതിരെ തിരിച്ചടി നൽകാനും മറ്റ് നടപടികൾക്കും മുതിരുകയെന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ സർവകക്ഷി യോഗം 11 മണിക്ക് ചേരാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ചില വെല്ലുവിളികൾ കൂടിയുണ്ട്. തിരഞ്ഞെടുപ്പ് വർഷമാണ്. ആ രീതിയിൽ പാകിസ്ഥാനെതിരെ ഏതെങ്കിലും നിയന്ത്രണ വിധേയമല്ലാത്ത തരത്തിലുള്ള ഇടപെടലിലേക്ക് പോവുകയാണെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന ആശങ്കകളും ഉണ്ടാകാം. എങ്കിൽ കൂടിയും സൈന്യം എല്ലാ തരത്തിലും സജ്ജമാവുകയും കൃത്യമായി തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. പക്ഷേ അത് ഏത് തരത്തിൽ വേണമെന്നത് സംബന്ധിച്ചുള്ള ആലോചനകളൊക്കെ തന്നെയാണ് നടക്കുന്നത്. പല സാധ്യതകളുമുണ്ട്. സുരക്ഷാ വിദഗ്ധരൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള സാധ്യതകളുമുണ്ട്. അതിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഏതിനാണ്, രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഏത് തീരുമാനത്തിന് ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടതെന്നാണ് പറയുന്നത്. അങ്ങനൊരു രാഷ്ട്രീയമായ തീരുമാനം തന്നെയാണ് അക്കാര്യത്തിൽ വരേണ്ടത്. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള തിരിച്ചടികൾ. ഏത് തരത്തിൽ എപ്പോൾ ആ തിരിച്ചടി ഉണ്ടാകും എന്നതാണ് അറിയേണ്ടത്. ഏതായാലും രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നയതന്ത്ര തലത്തിൽ കൃത്യമായ സന്ദേശം നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. 48 രാജ്യങ്ങളാണ് ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുകയും ഇന്ത്യക്ക് പിന്തുണ നൽകുകയും ചെയ്തിരിക്കുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം തയ്യാറാക്കിയ വിവരപ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സർവകക്ഷി യോഗം ആരംഭിച്ചു എന്ന് കരുതുന്നു ഉണ്ണി. ഇപ്പോൾ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒപ്പം KC വേണുഗോപാൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്നു. എല്ലാ കക്ഷികളുടെയും ഒരു സാന്നിധ്യം ഉണ്ടാകുമോ? പ്രത്യേകിച്ചും സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ ഇതുവരെ ആരും കാര്യമായ അഭിപ്രായ പ്രകടനങ്ങളൊന്നും നടത്താത്തൊരു പശ്ചാത്തലത്തിൽ. സർവകക്ഷി യോഗം 11 മണിക്കാണ് ആരംഭിക്കുക. അതിനുശേഷം മാത്രമാണ് ഈ യോഗ നടപടികൾ ആരംഭിക്കുക. ഇപ്പോൾ യോഗം നടക്കുന്ന പാർലമെന്റ് ലൈബ്രറിയിലേക്ക് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കക്ഷികളും ഉണ്ടാകുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇനി പ്രധാനപ്പെട്ട നേതാക്കൾ ഇല്ല എങ്കിൽ കൂടിയും അവരുടെ പ്രതിനിധികളായുള്ള നേതാക്കൾ പങ്കെടുക്കും. KC വേണുഗോപാലാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുക. രാഹുൽ ഗാന്ധി എത്തുമെന്ന കാര്യത്തിൽ ഇതുവരെയും ഉറപ്പില്ല. അദ്ദേഹത്തിന് ഇന്ന് മറ്റ് ചില സംസ്ഥാനങ്ങളിൽ റാലികളും മറ്റും നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പങ്കെടുക്കാൻ സാധ്യത കുറവാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി വിമാനത്താവളത്തിലെത്തി സൈനികരുടെ മൃതദേഹങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ അസൗകര്യം കാരണം KC വേണുഗോപാൽ പങ്കെടുക്കും. മറ്റെല്ലാ പ്രമുഖ പാർട്ടികളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നേതാക്കൾ ഉണ്ടാകും. CPM-നെ പ്രതിനിധീകരിച്ച് സീതാറാം യെച്ചൂരിയാണ് ഉണ്ടാകാൻ സാധ്യത. കേരളത്തിൽ നിന്നും മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് PK കുഞ്ഞാലിക്കുട്ടി, RSPക്ക് വേണ്ടി NK പ്രേമേന്ദ്രൻ, ജോസ് കെ മാണി എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കാനാണ് സാധ്യതയുള്ളത്. ആ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് താനും. ഇത്ര വലിയ ഭീകരാക്രമണം രാജ്യത്ത് സമീപകാലത്ത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെ രാജ്യം തന്നെ നടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നിലപാടുകൾ വ്യക്തമാക്കുക, സർക്കാർ പറയുന്ന വിശദീകരണങ്ങൾ കേട്ടുകൊണ്ട് സർക്കാരിന് പിന്തുണ അർപ്പിക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കൂടെ കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എല്ലാ പാർട്ടികളും ഉണ്ടാകും. അവർ സർക്കാരിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതേസമയം ഒരു സൈനിക തലത്തിലുള്ള നടപടികളുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഈ യോഗത്തിൽ സർക്കാർ വഹിക്കുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം അത് രഹസ്യ സ്വഭാവത്തിലുള്ളതാണ്. അങ്ങനെ വിവരങ്ങൾ ഈ യോഗത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പുറത്തു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത് സൈനിക തലത്തിൽ വളരെ രഹസ്യമായി തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ആകും നടത്തുക ആ ഒരു പദ്ധതികൾ. M. ഉണ്ണികൃഷ്ണനാണ് ദില്ലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.